ശ്രീനി ഒരുപക്ഷേ ശ്രീനിയുടെ ജീവിതം റഹ്മാനുമായിട്ട് ചേരട്ടെ എന്ന് എവിടെയോ തീരുമാനിച്ചിട്ടുണ്ടാവും. ആയിരിക്കാം. നോക്കാം വേണമെങ്കിൽ. Hi Srini, how are you? My question to you is, A.R. Rahman കൂടെ ഇത്തന വേല ചെയ്തിട്ടുണ്ട്, നിങ്ങളോട് എന്താ എക്സ്പീരിയൻസ് ആണ്? ശ്രീനി ശങ്കർ മഹാദേവൻ ഇന്ന് വലിയൊരു നിലയിൽ നിൽക്കുന്ന ഒരാളാണ്. ശ്രീനിയുടെ വളരെ അടുത്ത സുഹൃത്താണ്. ശ്രീനിയായിട്ടുള്ള സൗഹൃദത്തെക്കുറിച്ച് ശങ്കർ വാചാലനാകാറുണ്ട്. അദ്ദേഹം അടിവരട്ടതാണ് റഹ്മാനാണ് ഈ കെമിക്കൽ എഞ്ചിനീയറുടെ രസതന്ത്രം യഥാർത്ഥത്തിൽ തീരുമാനിച്ചത്. റഹ്മാൻ ശരിക്കും ഈസ് റെസ്പോൺസിബിൾ ഫോർ വാട്ട് എവർ ഐ ആം. ശരിക്കും ഞാനിവിടെ വാട്ട് എവർ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു മനുഷ്യനാണ് റഹ്മാൻ എൻ്റെ ജീവിതത്തിൽ. ബിക്കോസ് ഹീ മെയ്ഡ് മീ റിയലൈസ് മൈ മ്യൂസിക്കൽ ആസ്പിറേഷൻസ്. അത് നിങ്ങൾ പറഞ്ഞ ഈ 35 വയസ്സിൽ ഞാൻ ചെല്ലുമ്പോൾ ഞാനൊരു റോ സിംഗറായിട്ടാണ് പോകുന്നത്. ഞാനൊരു കമ്പനിയിൽ വലിയൊരു ആളായിരിക്കാം, ബട്ട് ഐ എം നോബഡി. മ്യൂസിക്കിലൊന്നുമല്ല. മൈക്കിൻ്റെ മുമ്പിൽ പാടാൻ അറിഞ്ഞൂടാ, ഇപ്പോഴും അറിഞ്ഞൂടാ. അപ്പോൾ ഹെഡ്ഫോൺ മൈക്ക് വെച്ചാൽ ഇങ്ങനെ ശബ്ദം വരുമെന്ന് അറിഞ്ഞൂടാ. അങ്ങനെ ഒരു ആളായിട്ടാണ് ഞാൻ പോകുന്നത്. ബട്ട് ഹീ ഫൗണ്ട് ദാറ്റ് ഐ ഹാഡ് സം പൊട്ടൻഷ്യൽ. അങ്ങനെ നർച്ചർ ചെയ്താണ് ഹീ ഗോട്ട് ഔട്ട് ദ ബെസ്റ്റ് ഓഫ് മീ. ഇൻഫാക്ട് എൻ്റെ സ്റ്റൈലിൽ പാടാൻ പറ്റിയ പാട്ടുകൾ ചിലപ്പോൾ കുറവായിരിക്കും. എനിക്ക് ഇതും പാടാൻ പറ്റും എന്നുള്ള കാര്യം സംതിങ് എൽസ് ഓൾസോ ഹി മെയ്ഡ് മീ. ശങ്കറിന് പിന്നെ ഒരാഗ്രഹമുണ്ട്, ശ്രീനി റഹ്മാൻ്റെ ഒരു പാട്ട് പാടും. മിൻസാരപ്പൂവേ അത് രജനി സാറിന് പാടിയ പാട്ടാണ്. അത് വെറും ട്രാക്കായിട്ടാണ് പാടുന്നത്. അന്ന് എനിക്ക് ഓർമ്മയുണ്ട്. ദാറ്റ് ഈസ് എ ചേഞ്ചിങ്, ദാറ്റ്സ് അഗെയിൻ വൺ ഗെയിം ചേഞ്ചിങ്, ലൈഫ് ചേഞ്ചിങ് തിങ് ഫോർ മീ. മിൻസാരപ്പൂവേ എന്നുള്ള പാട്ട് ആദ്യം ഒരു ഫീമെയിൽ സോളോ ആയിട്ടാണ് കമ്പോസ് ചെയ്യുന്നത്. ഒരു ദിവസം സഡനായിട്ട് എന്നെ റഹ്മാൻ വിളിച്ച് ഇങ്ങനെ എൻ്റെ പല്ലവി ഫ്രഷായിട്ട് ഞാൻ കമ്പോസ് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ ഡുവറ്റാണ്. സോ നിത്യശ്രീ ഈസ് കമ്മിങ്, ഷീ ഈസ് എ ക്ലാസിക്കൽ സിംഗർ. യു ടീച്ച് ഹർ ദ സോങ് ആൻഡ് യു സിംഗ് ദ ട്രാക്ക്, ബിക്കോസ് അത് ഹരിഹരൻ ആണ് പാടുന്നത്. ഹീ ഈസ് നോട്ട് അവൈലബിൾ നൗ, യു സിംഗ് ദ ട്രാക്ക്. അപ്പോൾ സോ ഐ ടീച്ച് നിത്യശ്രീ ദ സോങ്. സഡൻലി രജനി സാർ വാക്സ് ഇൻ, വെരി ഹംബിൾ. മനസ്സിലാവത്തില്ല രജനി സാറാണെന്ന്. വൺ ലുങ്കി, വൺ ടീഷർട്ട്, നോ താടിയൊന്നും പഠിച്ചിട്ടില്ല, ബട്ട് വെരി എല്ലാവരും അവിടെ ജോലി ചെയ്യുന്ന പയ്യൻ നോക്കി വണക്കങ്ക, ജെനുവിൻ, നോട്ട് പുട്ടോണല്ല, ആർട്ടിഫിഷ്യാലിറ്റി അല്ല, എല്ലാവരുടെ അടുത്തും ഇങ്ങനെ റെസ്പെക്റ്റ്ഫുള്ളായിട്ട്. അപ്പോൾ ഞാനിങ്ങനെ അന്തം വിട്ട് നോക്കുകയാണ്. അപ്പം നിത്യശ്രീ വന്നു, ഞാൻ പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് നിത്യശ്രീ അകത്ത് വന്നു, ദിസ് ലൈൻ ലൈക്ക് ഇങ്ങനെ പാടട്ടോന്ന് ചോദിച്ചപ്പോൾ റഹ്മാൻ ഇങ്ങനെ ജെസ്റ്റർ ചെയ്യുകയാണ്, ശ്രീനി നീ കൊടുക്കും. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് രജനി സർ. അപ്പോൾ ആഫ്റ്റർ ദാറ്റ് നിത്യശ്രീ ഷീ സാങ് ഫോർ 2.5 hours. അത് പാടിയത് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. നിങ്ങൾ പറഞ്ഞ എൻ്റെ ആൻറ്റി പറഞ്ഞ കർണാട്ടിക് മ്യൂസിക്കിലല്ലേ നീ വരേണ്ടത് എന്നുള്ള കാര്യം എനിക്ക് അപ്പോൾ ഞാൻ കർണാട്ടിക് അന്ന് കുറച്ചും കൂടി അതിൻ്റെ ആഴങ്ങളിലേക്ക് പോകേണ്ടത് ആയിരുന്നല്ലോ എന്നൊക്കെ തോന്നി എനിക്ക് അന്ന്. ആഫ്റ്റർ ദാറ്റ് ഷീ ലെഫ്റ്റ്, ഞാൻ കയറി പാടി. ഞാൻ ട്രാക്കാണല്ലോ, അപ്പോൾ 10 മിനിറ്റേ ഉള്ളൂ. ഇപ്പോൾ റഹ്മാൻ സീക്രം പാട് യു ഡോണ്ട് ഹാവ് ടൈം. ഒരു ലിറിക്കൊക്കെ കൂടുതലുണ്ടായിരുന്നു, അതൊക്കെ യു ഡു സംതിങ് ആൻഡ് ഫിനിഷ് ഇറ്റ് ഓഫ് എന്നുള്ളൊരു. അപ്പോൾ ഞാൻ എന്തൊക്കെയോ ലിറിക്ക് അപ്പം തന്നെ കട്ട് ചെയ്ത്, അതാണ് ഇത് നീ ഞാൻ എன்ற പോട്ടിയല്ല, നീ ആണയിട്ട് ചൂടിക്കൊള്ള ആൺകൾ പൂക്കളല്ല. അത് I cut down those lyrics to this. So you have to do that under pressure. But അന്ന് വീട്ടിൽ പോകുമ്പോൾ I felt I think maybe I should, this is not the right field for me. Nitish is so qualified. Okay. After 1 week, Rahman called me again, Varandino. അപ്പോൾ
റഹ്മാൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ഞാൻ റഹ്മാൻ മാത്രമുള്ള സമയത്ത് ഐ സെഡ്, see that day Nityashree sang and I felt so humble, I felt so bad, you know, that kind of knowledge. And then he looked at me, she's great, I agree, നീ പാടുന്നതിൽ ഏതോ ഒരു വിഷയം ഇരുന്നത്, that is also special, is it? I really don't, it came out tough like a bullet. ഇൻസ്റ്റന്റ് ആയിട്ട് നീ പാടിയതിൽ ഒരു സാധനം, ഒരു സ്പെഷ്യൽ സാധനം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത് നീ മറക്കല്ല. റഹ്മാൻ ആദ്യമായിട്ടാണോ ഷീനയോട്? ആദ്യമായിട്ടാണ് ഇങ്ങനെ പറയുന്നത്. അത് എന്നെ ഇങ്ങനെ ബുള്ളറ്റ് പോലെ ഇങ്ങനെ, ബുള്ളറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട്, കയറി പിടിച്ചു. That changed my life. Finally what happened? Hariji came and sang. Rajini sir and Rahman decide ഷീനിയുടെ വേർഷനാണ് ബെറ്റർ എന്ന് പറഞ്ഞിട്ട് ഫൈനലി മൈ വേർഷൻ ബിക്കെയിം ഓക്കെ. ഐ ഗോട്ട് ദ സ്റ്റേറ്റ് അവാർഡ് ഫോർ ദാറ്റ്. സോ മിൻസാരപ്പൂവേ പെൺപൂവേ മെയ് തീണ്ട വേണ്ടും എന്നോട് വാരായ് എന്നാസയോസ കേളായ് മാലയിൽ പൊന്മാർബിനിൽ நான் துயில் கொள்ள வேண்டும் காலையில் உன் கண்களில் நான் வெயில் காய வேண்டும் சகியே 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 என் இசைக்கும் அசைக்கும் பூசைக்கும் நீ வேண்டும் மின்சார பூவே. ശരി, ഒരു മാർക്കറ്റിംഗ് ഹെഡിൻ്റെ ഭാഗധേയം നിർണ്ണയിക്കാൻ രണ്ട് മഹാപ്രതിഭകൾ വേണ്ടി വന്നു, റഹ്മാനും രജനീകാന്ത്. ഒരുപക്ഷെ രജനീകാന്ത് പറഞ്ഞില്ലായിരുന്നു, ചിലപ്പോൾ റഹ്മാൻ ഹരിജിയുടെ ശബ്ദം തന്നെയായിരിക്കും എടുക്കുക. രജനി സാറും കൂടി പറഞ്ഞുകൊണ്ടിട്ടായിരിക്കും ഒരുപക്ഷെ റഹ്മാന് മനസ്സിലായി. തീർച്ചയായിട്ടും ഞാൻ ചിന്തിക്കുന്നത് തന്നെയാണ് മറ്റാൾക്കാരും ചിന്തിക്കുന്നത്. തീർച്ചയായിട്ടും ഈ രണ്ട് മഹത് വ്യക്തികളുടെ സ്പർശം കിട്ടിയിട്ടുള്ള അപൂർവം ഗായകർ മാത്രമേ ഉണ്ടാവുള്ളൂ. ശരിക്കും എനിക്ക് ഐ എം സോ ബ്ലെസ്ഡ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, അത്രയ്ക്കും എനിക്ക് ഐ എം വെരി ഹാപ്പി വിത്ത് മൈ ലൈഫ്. ഇത് കിട്ടിയില്ലായിരുന്നെങ്കിലും ഞാൻ സിംഗർ ഒരുപാട് പാട്ടുകൾ എനിക്ക് കിട്ടി. ബട്ട് ദിസ് സോങ് വാസ് ഗെയിം ചേഞ്ചിങ്. അതുപോലെ ഷീനയുടെ ജീവിതം മാറ്റിമറിച്ച മറ്റൊരു സിനിമയാണ് നമ്മവർ. ആദ്യത്തെ 94 മഹേഷിൻ്റെ സംഗീതത്തിൽ. എനിക്കത് ശ്രീനിയുടെ ഗ്രാഫ് അവിടെയാണ് തെളിഞ്ഞത്. ആദ്യം അവിടെ തെളിഞ്ഞത്. ബട്ട് ഇഫ് യു സീ, റഹ്മാൻ്റെ പാട്ട് പാടിക്കഴിഞ്ഞാൽ ദെൻ എവ്രിബഡി എൽസ് വിൽ കോൾ. ഇൻഡസ്ട്രിയിൽ ബാക്കിയുള്ള ആൾക്കാർ വിളിക്കാൻ തുടങ്ങി. ഞാനൊരു അറിയപ്പെട്ട പാട്ടുകാരനായി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് മലയാളത്തിൽ വന്നു. ഈ നമ്മോറിൽ ഞാൻ 94 പാടിക്കഴിഞ്ഞിട്ട് അത് മഹേഷ് ആയതുകൊണ്ട്, മഹേഷ് നല്ല മനുഷ്യൻ, മഹേഷ് നല്ല മ്യൂസിഷ്യൻ. ഹി ഡൈഡ് ഓഫ് ക്യാൻസർ ലേറ്റർ ഓൺ. മഹേഷിനെ എനിക്ക് ഓർക്കാതിരിക്കാൻ പറ്റില്ല. ഓൾവേസ് ഹീസ് ദ പേഴ്സൺ ഹു ഗേവ് മീ മൈ ഫസ്റ്റ് ബ്രേക്ക്. മഹേഷ് വലിയൊരു ധൈര്യം കാണിച്ച ശ്രീനിക്ക് വലിയൊരു അവസരം തന്നത് കമൽഹാസൻ്റെ ഫിലിമിൽ ആദ്യമായിട്ട്. ശരിക്കും ദാറ്റ് ഈസ് എ മച്ച് ബിഗർ ബ്രേക്ക് ആക്ച്വലി. പക്ഷേ ശ്രീനി പാടിയത് തെളിയിച്ചത്. പക്ഷെ എങ്കിൽ പോലും ഈ പറഞ്ഞൊരു ISI സ്റ്റാമ്പ് കിട്ടണമെങ്കിൽ റഹ്മാന് വേണ്ടി വന്നു. തീർച്ചയായിട്ടും നമ്മവറിനോട് അല്ലെങ്കിൽ മഹേഷിനോട് നമുക്ക് നീതി പുലർത്തേണ്ട ഒരു സമയമാണ്. ആ ഒരു പാട്ട് പാടിക്കൊണ്ട് നമുക്ക് മഹേഷിൻ്റെ ആ സ്മരണ ഒന്ന് പുതുക്കാം. சொர்க்கம் என்பது நமக்கு சுத்தம் உள்ள வீடுதான், சுத்தம் என்பதை மறந்தால் நாடும் குப்பை மேடுதான். சொர்க்கம் என்பது நமக்கு சுத்தம் உள்ள வீடுதான், சுத்தம் என்பதை மறந்தால் நாடும் குப்பை மேடுதான். റഹ്മാൻ പാടിപ്പിച്ചുകൊണ്ടിട്ട് ശ്രീനിയുടെ ഗ്രാഫ് അങ്ങ് തെളിഞ്ഞു. പിന്നെ ശ്രീനിക്ക് നിരാശ വേണ്ടി വന്നില്ല. ഫുൾ ഓഫ് കോൺഫിഡൻസ്. Then the world was my stage. മാറി. ഭാര്യ എന്ത് പറഞ്ഞു? ഇതൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി. ഭാര്യയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഇതൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് കൃത്യമായിട്ട് കാര്യം പറഞ്ഞേക്കണം. പറഞ്ഞോളൂ, ഒരു കുഴപ്പമില്ല. ഷി വാസ് വെരി ഹാപ്പി. എൻ്റെ ഭാര്യയ്ക്കല്ല മാക്സിമം സന്തോഷമാണ്.
എനിക്ക് ഒരു നല്ലതുണ്ടാകുമ്പോൾ ഷീസ് ദ ഹാപ്പിയസ്റ്റ്. എനിക്ക് ഒരു കഷ്ടം വരുമ്പോൾ ഷീസ് ജോലി രാജിവെച്ച് നീ പിച്ചെടുക്കാൻ പോകാന്ന് ചോദിച്ചാൽ അച്ഛനെന്ത് പറഞ്ഞു? അല്ല, എൻ്റെ അച്ഛൻ അങ്ങനെ പറഞ്ഞില്ല. അല്ല ശ്രീനി, ഏതച്ഛനും അങ്ങനെ പറയുള്ളായിരുന്നു. അതന്നെ. അല്ല, എൻ്റെ അച്ഛൻ അങ്ങനെ ഒരു പേടിയുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും മകൻ്റെ നന്മയെ കരുതിയിട്ടാണ് അങ്ങനെ പറയുന്നത്. പക്ഷെ അച്ഛൻ എന്ത് പറഞ്ഞു? അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു, അല്ലേ എനിക്കറിഞ്ഞൂടാ ഇത്രയൊക്കെ കാശ് വരുമെന്ന്. ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ ഈ കാശ് നോക്കിയിട്ടല്ല അതിൻ്റെ അകത്ത് വന്നത്, നിങ്ങൾ ഈ കാശാണ് നോക്കുന്നത്. അല്ല, ഞാനൊരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പോൾ എനിക്ക് അതൊക്കെയുള്ളൂ. എനിക്ക് സ്റ്റെബിലിറ്റിയാണ് എനിക്ക് ഇമ്പോർട്ടൻറ്റ്. എനിക്ക് അറിഞ്ഞൂടായിരുന്നു ഇത്രയൊക്കെ കിട്ടും, സാധ്യതയുണ്ടെന്നുള്ള കാര്യം അറിയില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ ആ സാധ്യതകളാണ് നിങ്ങൾ നോക്കിയത്, ഞാൻ അതല്ല നോക്കി. എൻ്റെ ഒരു സന്തോഷം, എൻ്റെ സംഗീതത്തിൽ ഞാൻ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു എൻ്റെ ഒരു ആഗ്രഹം, അതാണ് ഞാൻ നോക്കിയത്. അതുകൊണ്ടാണ് ഇത്രയും കാശ് വന്നത് ഞാൻ പറഞ്ഞു.